ഊർജം ഉപയോഗിച്ചാണ് ചെടികൾ ആഹാരം പാകം ചെയ്യുന്നത്. ഞാനില്ലാത്ത ലോകം നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ? എന്തൊരു ഇരുട്ടായിരിക്കും. ശരിയാ, നീയില്ലാത്ത ലോകം ചിന്തിക്കാനേ വയ്യ. നീയില്ലെങ്കിൽ എന്റെ കാര്യം ആകെ അവതാളത്തിലാവും, ഉപ്പില്ലാത്ത കഞ്ഞി പോലെ. ആരോ വരുന്നുണ്ടല്ലോ. അയ്യോ, എന്റെ കഥ ഇപ്പോ തീരും. ആ തടിയൻ പുഴുവത വരുന്നു. ഇതെനിക്ക് കുശാലാണ്. നല്ല ടേസ്റ്റി പുല്ലുകൾ. കൂട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ? ഇവനാണ് ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താവ്. ദൈവമേ, ആ ആത്താളെ വരുന്നത് ഞാൻ നീ എങ്ങോട്ടോടും? എടാ, അവിടെ നിൽക്കടാ. നീ എങ്ങോട്ടാ കുടുങ്ങി ചാടിപ്പോകുന്നേ? എന്ത് രുചിയാ. എല്ലാവരും ശ്രദ്ധിച്ചില്ലേ? തവള പുഴുവിനെ ആഹാരമാക്കി. തവളയാണ് ഇവിടെ ഭക്ഷ്യശൃംഖലയിലെ ദ്വിതീയ ഉപഭോക്താവ്. കണ്ടില്ലേ? ആ മുഴുത്ത തവളയെ ആ പാമ്പ് ഭക്ഷിക്കുന്നത്. പാമ്പാണ് ഈ ഭക്ഷ്യശൃംഖലയിലെ ദ്വിതീയ ഉപഭോക്താവ്. കുറെ നേരമായല്ലോ വട്ടമിട്ട് പറക്കുന്നു. ഒരു കാണുന്നില്ലല്ലോ. ദൈവമേ, തകരുന്നു. ഇന്നും പട്ടിണി കിടക്കാനാണോ യോഗം? എന്താ ഒരു ശബ്ദം? ആ ആ, എന്തായത്? ആ, ഇതൊരു പാമ്പാണല്ലോ. ഇന്ന് ഗോളടിച്ചു. ഇവനെ ഞാൻ ഇന്ന് റാഞ്ചു. കൂട്ടുകാരെ, പരുന്താണ് ഈ ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ ഉപഭോക്താവ്. നമ്മുടെ ഭക്ഷ്യശൃംഖലയിൽ ഓരോ ജീവിക്കും അവരുടേതായ പങ്കുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞങ്ങൾ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതെ, നമുക്ക് പരസ്പരം നമ്മെ ആവശ്യമാണ്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നതാണ് ഭക്ഷ്യശൃംഖല. അതെ അതെ, തീർച്ചയായും നമുക്ക് ഈ ഭക്ഷ്യശൃംഖല തുടരാം. ഭക്ഷ്യശൃംഖലയിൽ ആദ്യ കണ്ണി എപ്പോഴും ഹരിത സസ്യമായിരിക്കും. അവസാന കണ്ണിയായി വരുന്നത് പൊതുവെ മാംസഭോജികളായിരിക്കും. ഇടയ്ക്കുള്ളവ സസ്യഭോജികളോ മിശ്രഭോജികളോ ആകാം. എല്ലാവർക്കും മനസ്സിലായി.